ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ 940 ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്കൊന്ന് റെഡിയായിരിക്കാം. ഓക്കെ, നമ്മുടെ ഫിബോയെ ഒന്ന് ഡ്രോ ചെയ്ത് ഇതിപ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡ്രോ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഫിബോയെ ഡ്രോ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. 940 ക്യാൻഡിലിൽ അപ്സൈഡ് തൊട്ട് ലോവർ എൻഡ് വരെ, മീൻസ് മേളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ ഫിബോയെ ഡ്രോ ചെയ്യും. ഫിബോയുടെ 0.6% നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് ട്രേഡ് എടുക്കും, അല്ലെങ്കിൽ മേളിലോട്ട് ട്രേഡ് എടുക്കും. വളരെ സിമ്പിൾ ലോജിക്കാണ്. അതിന് മുന്നേ ഞാനൊരു കൺവിക്ഷൻ ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് എനിക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറും കണ്ടിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും എന്നാണ് തോന്നുന്നത്. സോ എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ വെച്ചിട്ട് ഇന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വെയിറ്റ് ചെയ്യാം. ഏതായാലും ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ ലൈനിനെ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. ഇനി അല്ല ബ്രേക്ക് ഡൗൺ, എനിക്ക് ഇന്ന് ആക്ച്വലി രണ്ട് സൈഡിലേക്കുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു മാർക്കറ്റ് നമ്മുടെ ലൈനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാം എന്നാണ് ട്രേഡേഴ്സ് ഞാൻ വിചാരിക്കുന്നത്. ക്യാൻഡിൽ ഏകദേശം നമ്മുടെ ലൈനെ വന്ന് പ്രോപ്പർലി റീടെസ്റ്റ് ചെയ്യട്ടെ. കാരണം അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല റിജക്ഷൻ വരുവാണെങ്കിൽ നമുക്കൊരു കോൾ സൈഡ് എൻട്രി എടുക്കാം. ഓക്കെ, താഴത്തോട്ട് വരുന്നുണ്ട്. ഞാൻ ഏതായാലും റെഡിയാണ്. രണ്ട് സൈഡും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ രണ്ടും ഞാൻ സെല്ലിലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഏത് ബൈ ചെയ്യണമെന്ന് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ പോലെ. കാരണം ഞാൻ രാവിലെ തൊട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്, താഴത്തോട്ടും ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. സോ ഒരു പ്രോപ്പർ ഒരു ഡയറക്ഷൻ എനിക്ക് മാർക്കറ്റിൽ തോന്നുന്നില്ല. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ലൈനിനെ എങ്ങനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കുക. എൻ്റെ ഓവറോൾ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ചിലപ്പം നമുക്ക് ഒരു ട്രാപ്പുമായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. സോ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. ഇപ്പം നമ്മുടെ ലൈനിനെ തൊട്ട് മുന്നേ നിന്നാണ് റിജക്ഷൻ കാണിക്കുന്നത്. നമ്മുടെ ലൈനിനെ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തത് ഇത്രയും റിജക്ഷൻ കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നമ്മുടെ ലൈനിനെ വന്ന് ബ്രേക്ക് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ റീടെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചിലപ്പം ഇതും ഒരു ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. ഏതായാലും മൺഡേയും ട്യൂസ്ഡേയും നമുക്ക് ലോസ് ആയിരുന്നു. അപ്പം അതിൻ്റെ റീസണും കൂടെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്യാൻഡിലിൻ്റെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, അവിടെ ലൈനിനെ പ്രോപ്പർലി ബ്രേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യുകയോ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് അതിന് മുന്നേ റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് മേലിലോട്ട് പോവാം. ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളത് പ്രീവിയസ് ഡേ ഹൈയുടെ ഒരു സപ്പോർട്ട് മാർക്കറ്റ് മേളിൽ നിന്ന് താഴത്തോട്ട് എടുക്കുന്നുണ്ട്. അത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ നമുക്കിനിയിപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ വല്ലതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് നോക്കേണ്ടി വരും. കാരണം നമ്മളുടെ ഫിബോയുടെ പ്രോപ്പറാണ് നമ്മുടെ ഫിബോയെ ഡ്രോ ചെയ്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ഫിബോയെ ഡ്രോ ചെയ്തതൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് മേലിലോട്ടൊരു റാലി വല്ലതും നടത്താനാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പിന്നെ ഒരു പ്ലാൻ ചേഞ്ച് വരുത്തേണ്ടി വരും. അസ് ഓഫ് നൗ റീടെസ്റ്റിലാണ്. നോക്കാം. ഇവിടെ ഒരു ട്രേഡ് നമ്മൾ എടുത്താൽ ഞാൻ എപ്പോഴും ടാർഗറ്റിനേക്കാട്ടിലും കൂടുതൽ ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിലാണ്. കണ്ടോ, ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്താൽ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടോ 83 പോയിൻറ്റ്സ് വരും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അതാണ് ഒരു പ്രശ്നം. കുറച്ചും കൂടെ താഴത്ത് കിട്ടി, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ലൈനിൻ്റെ താഴത്ത് ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. കാരണം മാർക്കറ്റ് വീണ്ടും തിരിച്ച് നമ്മുടെ ലൈനിനെ റീടെസ്റ്റ് ചെയ്യാൻ വന്നാൽ കൂടി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവില്ല. അതുമാത്രമാണ് ഒരു നോക്കാം. ഏതായാലും എല്ലാ ക്യാൻഡിലും നമ്മളുടെ ലൈനിന് മുന്നേ തന്നെ റിജക്ഷൻ ഫോം ചെയ്ത മേളിലോട്ട് അപ്സൈഡ് മൊമെൻറ്റം ആണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം നമ്മളുടെ പറഞ്ഞ ആ ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് 1, 2 ഒരു ക്യാൻഡിലിന് മുന്നേ ഉള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടുന്ന് ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്ന ട്രേഡേഴ്സ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളൊരു 4500 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇതാ ഓർഡർ ബുക്ക് 10/2 നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. 10/18 നമ്മളുടെ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമ്മുടെ റെക്കോർഡിംഗ് ഓഫായി പോകും, എന്തോ ടെക്നിക്കൽ എറർ സംഭവിച്ചു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ റെക്കോർഡായില്ല. അതിപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഞാനത് കണ്ടത്. എന്നാലും ഞാൻ അതിൻ്റെ ലോജിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അതുവരെയുള്ള വീഡിയോ കണ്ടു കാണാം. ലൈവ് ട്രേഡിൻ്റെ വീഡിയോ മാത്രമായിരുന്നു കാണാതിരുന്നത്. ജസ്റ്റ് നമ്മൾ 940 ക്യാൻഡിൽ നമ്മുടെ ഫിബോയെ ഡ്രോ ചെയ്യുന്നു. ഇതൊന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിരിക്കും. ഓക്കെ, 940 ക്യാൻഡിൽ നമ്മൾ ഫിബോയെ ഡ്രോ ചെയ്തു. ഫിബോയെ ഡ്രോ ചെയ്തതിന് ശേഷം നമ്മളുടെ ലൈൻ്റെ പ്രോപ്പർ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 2 ക്യാൻഡിലും പ്രോപ്പർ റീടെസ്റ്റിന് മുന്നേ തന്നെ അവിടെ നിന്ന് നമ്മുടെ ലൈനിൻ്റെ മുന്നേ തന്നെ റിജക്റ്റ് ചെയ്ത് മേലിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ട്രേഡിൽ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ആ ക്യാൻഡിൽ 10 മണിയുടെ ക്യാൻഡിലാണ്. എക്സാക്ട്ലി 10:02 ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു പ്രോഫിറ്റും ഒരു സ്റ്റോപ്പ് ലോസും തന്നെയായിരുന്നു വച്ചത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്ന മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സായി നമ്മുടെ ലൈൻ്റെ റീടെസ്റ്റിന് വന്നാൽ കൂടി നമ്മൾ ആ ട്രേഡിൽ നിന്ന് ഔട്ടായി പോകുമായിരുന്നു. ഒരു നല്ല റിസ്ക്കുള്ള ട്രേഡായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് ചെയ്തത്. ഇതായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ വരുന്നത്. സോ ഇതിപ്പം ആ ക്യാൻഡിൽ ഓക്കെ ഇതായിരുന്നു എക്സാക്ട്ലി നമ്മളുടെ എൻട്രി. അപ്പോൾ താഴത്തോട്ട് വന്നെങ്കിലും തിരിച്ച് കയറി നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമായിരുന്നു. 10 മണിക്ക് എടുത്തു. 10:18 നമ്മളുടെ ട്രേഡിൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തു. പിന്നെ 2 ദിവസമായിട്ട് എന്താണ് വീഡിയോ ഇല്ലാഞ്ഞ് എന്താ ഇടാഞ്ഞെന്ന് ചോദിച്ചതിനുള്ള കാരണം കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കാരണം നിങ്ങൾ ലോസ് ആയതുകൊണ്ടല്ല വീഡിയോ ഇടാഞ്ഞ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറയാനില്ല. ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ. എനിക്ക് ഇന്നലെ 2 സൈഡിലോട്ടുമുള്ളൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ഒരു അപ്പ് സൈഡ് മൊമെൻറ്റവും തോന്നിയിരുന്നു, ഡൗൺ സൈഡും തോന്നിയിരുന്നു. സോ അതിനുവേണ്ടി ഞാൻ പ്രോപ്പർലി നമ്മളുടെ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. 940 ക്യാൻഡിൽ ഫിബോയെ പ്ലോട്ട് ചെയ്തു. 0.6% നമ്മുടെ ലൈനെ ഡ്രോ ചെയ്ത് വെച്ചു. ലൈനെ ഡ്രോ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. ഏത് രീതിയിൽ എങ്ങോട്ടാണ് മാർക്കറ്റ് നമ്മളോട് ട്രേഡ് എടുക്കാൻ പറയുന്നതെന്ന് നോക്കി. അപ്പോൾ എക്സാക്ട്ലി മാർക്കറ്റ് നമ്മുടെ ലൈനിനെ റീടെസ്റ്റ് ചെയ്ത് താഴത്തോട്ട് വരാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ട്രേഡ് എടുത്തില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഫിബോയെ ലൈൻ്റെ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എക്സാക്ട്ലി ഞാൻ ട്രേഡ് എടുത്ത്. പക്ഷേ അവിടുന്ന് തന്നെ ഒറ്റ ക്യാൻഡിൽ തന്നെ റിവേഴ്സ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇപ്പോൾ അതിൻ്റെ അകത്ത് പറയാനൊന്നുമില്ല, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. സോ അത് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. മിനിങ്ങാനത്തെ വീഡിയോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതായിരുന്നു. എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു. വളരെ സിമ്പിൾ ലോജിക്കായിരുന്നു. അതും നമ്മളുടെ ടാർഗറ്റ് തന്നെയായിരുന്നു ഹിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിരുന്നത്. ലൈൻ ഡ്രോ വെച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മളുടെ ക്യാൻഡിൽ മേളിലോട്ട് അപ്സൈഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ചെയ്തു. നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ലൈനെ വന്ന് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്തു. പക്ഷേ അവിടെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കുറേ നേരം മാർക്കറ്റ് അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ തന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പ്രീമിയം വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു. നമ്മൾ സിസ്റ്റത്തിൽ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നു. സോ 78 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾ പറയും ഹിറ്റ് ആയില്ലല്ലോ എന്ന്. പക്ഷേ അത്രയും നേരം മാർക്കറ്റ് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് താഴത്തോട്ട് വന്നതുകൊണ്ട് ഈ ഒരു ഏരിയ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രീമിയം വൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായതിന് ശേഷം അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രീമിയത്തിൽ ഒരു DK വന്നത്. സോ ഇവിടെ ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അവിടുന്ന് പിന്നെ മാർക്കറ്റ് നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ ട്രേഡ് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് ഞാൻ മാറേണ്ടി വന്നു. മറ്റേത് ഞാൻ മിസ് ഔട്ടായി പോയി നെക്സ്റ്റ് ട്രേഡ്. അതങ്ങനെ നമുക്ക് ഇന്നലെ മൺഡേയും ട്യൂസ്ഡേയും ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഇന്ന് ഏകദേശം ഒരു 4500 പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ട്രേഡേഴ്സ്.